പിന്നീടും ആ വാക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് പിടിച്ചുപിടിക്കാം. സമയം കേട്ടോ. ഈ ഇറിവേഴ്സിബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പസങ്ങാരിയാണെങ്കിലും വളരെ ഈസി ആയിട്ട് ടീച്ചർ പറഞ്ഞത് സമയമാണ്. സമയം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സമയം വേറെ ഒരു സാധനമായിട്ട് കൂടെ ചേർത്ത് വരുന്നുണ്ട്. അതെന്താണെന്ന് പറയുന്നത്, ടൈം ബ്രിങ്സ് യു ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. നമ്മുടെ ടൈം നമ്മളോട് കടന്നു പോകുമ്പോൾ ഒരുപാട് ചാൻസസും ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ആൾക്കാരെ പറയാം. ഒരാൾ വളരെയധികം പ്രൊഡക്റ്റീവാണ്, വേറൊരാൾ അത്രയും പ്രൊഡക്റ്റീവ് അല്ല. അവരുടെ ചുറ്റുപാടുകളൊക്കെ സെയിമാണ്. എന്തായിരിക്കും കാരണം? ആ ഡിഫറൻസ് വരാനുള്ള കാരണം എന്തായിരിക്കും? ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിക്കോട്ടെ, തെറ്റും ശരിയൊന്നുമില്ലല്ലോ, എല്ലാവർക്കും പറയാം. ഒരാൾ എ ആൻഡ് ബി. എ ആണ് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, ബി ആണെങ്കിൽ അത്രയും പ്രൊഡക്റ്റീവ് അല്ല. പക്ഷെ രണ്ടുപേരുടെയും ലിവിങ് സിറ്റുവേഷൻസ് എല്ലാം ആളുകൾ സെയിമാണ്. എന്തായിരിക്കും ആ ഡിഫറൻസ് വരാനുള്ള കാരണം? ആറ്റിറ്റ്യൂഡായിരിക്കാം. സമയമായിട്ട് റിലേറ്റഡ് എന്താ പറയുക, സാഹചര്യങ്ങൾ. ശരിയാണ്. എ അവനോട് കിട്ടിയ സമയത്തിൽ ഓപ്പർച്യൂണിറ്റീസ് കറക്റ്റായിട്ട് യൂസ് ചെയ്തു. ബി ആണെങ്കിൽ അതേ സമയം ആയിരിക്കും കിട്ടി. 24 hours അല്ലല്ലോ എല്ലാവർക്കും കിട്ടുള്ളൂ. അത് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യാം എന്നതനുസരിച്ചാണ് അതിൻ്റെ സക്സസും ഫെയിലുവരും. എ നന്നായിട്ട് അതിന് കിട്ടിയ സമയം യൂസ് ചെയ്തു, ബി അത്രയ്ക്ക് നന്നായിട്ട് യൂസ് ചെയ്തില്ല. ഈ സമയം യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലാനിങ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ 24 hours അതിന് യാതൊരു വിവേചനമില്ലാത്തൊരു കാര്യമാണ്. ഈ 24 hours ഉള്ളൂ എല്ലാവർക്കും ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ. ചിലർ അത് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യും. നമ്മുടെ ഭക്ഷണം, നമ്മുടെ എക്സസൈസ് എല്ലാം, നമ്മുടെ പഠിത്തം, അല്ലെങ്കിൽ നമ്മുടെ വായന, ഇതെല്ലാം സമയമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് സക്സസ് ഓൾമോസ്റ്റ് സർട്ടനാണ്. ഇതൊന്നുമില്ല, ഒരു പ്ലാനിങ് ഇല്ല, വരുന്നവർക്ക് തോന്നുന്ന ആൾക്ക് സക്സസ് അത്രയ്ക്ക് ഉണ്ടാവില്ല. രണ്ടുപേർക്കും സമയം കിട്ടിയത് 24 hours അല്ലേ. പക്ഷെ ഒരാൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നു, വേറൊരാൾ അത്രയും നന്നായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇതായിരിക്കും അതിൻ്റെ കാരണം. എന്തെങ്കിലും ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്. തമ്മിലെല്ലാം പോലെ ഒരു ചാൻസ് ഉണ്ട്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാം, നല്ലതാണ്. നമുക്ക് അത് ഉദ്ദേശിക്കുന്നത് അത് തന്നെ. അല്ലാണ്ട് ഈ മോണറോസ് ഒരാൾ മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര നല്ല സുഖമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ രണ്ടുപേരുടെ ഡിഫറൻസ്, അത് ഞാൻ പേഴ്സണലായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് അണ്ടർഗോ ചെയ്തൊരു കാര്യമാണ്. ഞാൻ 1976 മുതൽ 82 വരെ മദ്രാസ് സിമൻസ് എന്നുള്ള കമ്പനിക്ക് റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് കേരളയിലെ എൻ്റെ റീജിയനിൽ പെട്ടതാണ്. അന്ന് എല്ലാവർക്കും അറിയാം, 1967 സിമൻ കൺട്രോൾ ഓർഡർ കൊണ്ടുവന്നിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തും സിമൻ കൺട്രോൾ ഓർഡർ വാലിഡ് ആയിരുന്നു. ആ സമയം അത് പ്രാബല്യത്തിലുള്ള സാധനമായിരുന്നു. ആ സമയത്ത് സിമൻറ്റ് വളരെ ഷോർട്ടായിരുന്നു. എന്താണ് സിമൻ കൺട്രോൾ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തോന്നിയമാതിരി ഫാക്ടറിയിൽ സിമൻറ്റ് എടുത്ത് അയക്കാൻ പറ്റില്ല. ആർക്ക് അയക്കണം, എത്ര അയക്കണം എന്നുള്ളത് സിമൻ കൺട്രോളറാണ് നിശ്ചയിക്കുന്നത്. അതൊരു അലോട്ട്മെൻറ്റ് ഓരോ ഫാക്ടറിക്കും ഓരോ ഡിസ്ട്രിക്റ്റിനും ഉള്ള അലോട്ട്മെൻറ്റ് ഞങ്ങൾക്ക് അയച്ചു തരുന്നത്. അതനുസരിച്ച് മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനുണ്ട്. പലർക്കും അറിയാൻ തോന്നും സിമൻറ്റ് ഭയങ്കര ഷോർട്ടേജുള്ള സമയമായിരുന്നു. 76 മുതൽ 80 വരെയൊക്കെ ഉള്ള സമയത്ത്. അപ്പം അങ്ങനെയുള്ള ആ സമയത്ത് ഒരു തവണ MD എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കേരളത്തിൽ ഒരു ആസ്ബസ്റ്റോസ് മാനുഫാക്ചറിങ് യൂണിറ്റ്, കൊച്ചി ഒരു പോർട്ട് സിറ്റി ആണല്ലോ, പോർട്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇമ്പോർട്ട് ചെയ്യാനൊക്കെയാണ്. ക്ലിങ്കർ പോലുള്ള സാധനങ്ങൾ അവർ ഇങ്ങനെ ഓപ്പണായിട്ട് ഇട്ടാൽ കുഴപ്പമില്ല. അത് നമ്മൾ കപ്പലിൽ കൊണ്ടുകൂടെ ഇറക്കിയിട്ട് ഇവിടെ ഗ്രൈൻഡിങ് യൂണിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ പേർക്ക് കേരളീയർക്ക് ജോലിയും കൊടുക്കാം. 100-400 പേർക്ക് ജോലിയും കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഞാൻ പറഞ്ഞ ശ്രമിച്ചു നോക്കാം. അന്ന് KR രാജനായിരുന്നു ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്, വികാസ് ഭവനിലാണ് ഓഫീസ്. അവിടെ ഞാൻ അടിക്കടിക്ക് ഈ റിവ്യൂ മീറ്റിംഗ്സ് ഉണ്ട്. എത്ര സപ്ലൈ ചെയ്ത് എത്ര അങ്ങനെയൊക്കെ ഷോർട്ടേജ് ആയിരിക്കപ്പെടും. 8 ഫാക്ടറി ആയിരുന്നു തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ ഞാൻ KR രാജൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു നല്ല മനുഷ്യനാണ്. എന്നിട്ട് ഞാൻ അന്ന്
ഫാക്ടറി വരെ ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹം വരുകയും ചെയ്തു. മീറ്റിങ്ങിൽ ഞങ്ങളുടെ MP രാമസുബ്രഹ്മണ്യൻ രാജാവ് മീറ്റിങ്ങിൽ ഈ പ്രപ്പോസൽ വെച്ചു. അപ്പോൾ KR രാജൻ എന്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിന് ബുദ്ധിമുട്ടാണ്, ലാൻഡ് അലോട്ട് ചെയ്ത് കിട്ടാൻ, അത് സാധിക്കുന്നത് തോന്നുന്നില്ല. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെ ഉണ്ടല്ലോ, അധികം നേരം യൂസ്ലെസ് ആയിട്ടുള്ള ആളെ എന്താ പറയുക, സമയം കളയില്ല. MD ഇത് കേട്ട ഉടനെ ഒക്കെ സെയിൽസ് മാനേജർമാർ എല്ലാം എത്ര സാപ്പാടുമെല്ലാം ഓപ്പറേറ്റ് ചെയ്തോളും, എനിക്ക് വേറൊരു മീറ്റിംഗിലൊന്നും കാരണം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബിസിനസ് ഇല്ലാവും. എന്നിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ അത് കഴിഞ്ഞ ശേഷം വേറെ സന്ദർഭത്തിൽ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വന്നു. അതായത് അന്ന് തിരുവനന്തപുരത്ത് പത്മനാഭപുരം പറഞ്ഞ് ഒരു ട്രാൻസ്പോർട്ടിങ് ഏജൻറ്റ്, എല്ലാ ഫാക്ടറിക്കും ട്രാൻസ്പോർട്ടിങ് ഏജൻസ് ഉണ്ട്. ഈ പത്മനാഭപുരം തിരുവനന്തപുരത്തേക്ക് മാത്രം അല്ലാതെ ട്രാൻസ്പോർട്ടിങ് ഏജൻറ്റായിരിക്കും. എവിടുത്തെ ഇന്ത്യ സിമെൻറ്റ്സിന് കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ സിമെൻറ്റ്സ് കാളയൂത്താണ് അതിൻ്റെ ഫാക്ടറി. ഇന്ത്യ സിമെൻറ്റ്സിൽ എക്സ്ക്ലൂസീവ് ട്രാൻസ്പോർട്ടിങ് ഏജൻറ്റ് ആയിരിക്കും പത്മനാഭപുരം. ഈ ട്രാൻസ്പോർട്ടിങ് ഏജൻസി വളരെ റിച്ചാണ് കേട്ടോ. കാരണം ഓരോ ലോറി പോകുമ്പോഴും നല്ലൊരു കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇയാളെ സിമെൻറ്റ് കൺട്രോൾ 60 ആളാണ്. അയാൾക്ക് ധാരാളം സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് വശത്താക്കി സിമെൻറ്റ് കൺട്രോൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഓരോ ഫാക്ടറിയും ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രം ലിങ്കേജ് കൊടുക്കും. അതായത് ഞങ്ങളുടെ ഫാക്ടറി കൊല്ലം മാത്രം, ഇന്ത്യ സിമെൻറ്റ്സ് തിരുവനന്തപുരത്ത് മാത്രം, അങ്ങനെ ഓരോ ഫാക്ടറിയും ഓരോ ലിങ്കേജ് കൊടുക്കും. നിങ്ങൾക്ക് അവർക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. ഇതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പത്മനാഭപുരത്തേക്ക് തിരുവനന്തപുരത്തേക്കുള്ള എല്ലാവരും ഓരോ